പണ്ടൊക്കെ എന്ത് രസമായിരുന്നു ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എത്ര രൂപയാ ഞാൻ ഈ ഒരു ഗെയിമിന് വേണ്ടി ചെലവാക്കിയേ. അതിനൊന്നും ഒരു കണക്കും ഇല്ലല്ലോ. അപ്പോഴൊന്നും പൈസയുടെ വില പോലും അറിയത്തില്ല. ഇപ്പതേ 5 പൈസ എടുക്കാനില്ല. ഈ ഒരു ഗെയിമിലാണെങ്കിൽ ഇപ്പം 88 ഡയമണ്ടേ ഉള്ളൂ. എത്ര നാൾ കൊണ്ട് 88 ഡയമണ്ടേ കിടക്കുക. ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യാൻ പോലും പൈസ ഇല്ലല്ലോ. ആ ഡയമണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. പുതിയ കുറെ വെബ്സൈറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. അതിലാണെങ്കിൽ ഫ്രീ ആയിട്ട് ഡയമണ്ട്സ് ഒക്കെ കിട്ടുമെന്ന്. കുറെ പേർക്ക് ഡയമണ്ട്സ് ഒക്കെ കിട്ടി. എന്തായാലും ഞാനും കൂടി ഒന്ന് കേറി നോക്കട്ടെ ആ ഒരു വെബ്സൈറ്റില്. കുറെ പേർക്ക് ഡയമണ്ട്സ് ഒക്കെ കിട്ടിയതല്ലേ. ഒട്ടും സമയം കളയണ്ട, ഇപ്പൊ തന്നെ അങ്ങ് കേറി നോക്കിയേക്കാം. ഫ്രീ ഫയർ ഫ്രീ diamonds.com. ഓക്കെ, അതടിച്ചു കൊടുത്ത് കുറെ വെബ്സൈറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ആദ്യത്തെ വെബ്സൈറ്റിൽ തന്നെ അങ്ങ് കേറിയേക്കാം അല്ലേ. 9999 ഡയമണ്ടോ? എന്റെ അമ്മോ, ഇത്രയും ഡയമണ്ട് ഒക്കെ കിട്ടുവോ? ഇതില് യൂസർ നെയിം ഒക്കെ അടിക്കാനാണല്ലോ പറയുന്നേ. UID അടിച്ചാലും മതിയല്ലേ? UID അടിച്ചേക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്റെ മോനെ, 2K 5K 10K 20K ഡയമണ്ടോ? എന്റെ അമ്മോ, ഇത്രയും ഡയമണ്ട് ഒക്കെ കിട്ടുവോ? ഏതായാലും 20K ഡയമണ്ട് കിട്ടുന്നല്ലേ, അത് വെറുതെ കളയണ്ട, ക്ലെയിം ചെയ്തേക്കാം. എന്നാലും 20,000 ഡയമണ്ട് അല്ലേ ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ കയറാൻ പോകുന്നേ. എന്റെ അമ്മോ, സ്റ്റോറ് മുഴുവനും തൂത്തു വാരണം. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ഇവന്റ്സും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ റിട്ടേൺ വരുന്ന ഐറ്റംസും എല്ലാം എടുക്കണം എനിക്ക്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഏത് നേരത്താണോ ആ ഒരു വെബ്സൈറ്റിൽ കൊണ്ട് ID ഒക്കെ ഇടാൻ തോന്നിയത് എനിക്ക്. എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോയല്ലോ ദൈവമേ. എന്നാലും എന്ത് ഉടായ്പ വെബ്സൈറ്റാ അത്. എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോയല്ലോ. ഡയമണ്ട് കിട്ടുമെന്നും പറഞ്ഞിട്ട് ആ ഒരു വെബ്സൈറ്റിൽ കയറിയേ. ഡയമണ്ടും ഇല്ല, അക്കൗണ്ടും ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. ഇനി എന്തുവാ ചെയ്യുന്നേ? നല്ലൊരു അക്കൗണ്ട് അല്ലേ സസ്പെൻഡ് ആയി പോയേ. 20,000 ഡയമണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് UID ഒക്കെ അടിച്ചു കൊടുത്തതാ. അവന്മാർ അടിച്ചിങ്ങ് തന്ന്. എന്തോ ചെയ്യാനാ, ഇനി ഞാൻ എങ്ങനെ അക്കൗണ്ട് എടുക്കും? ആ അക്കൗണ്ട് തിരിച്ചു കിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നേ. സസ്പെൻഡ് ആയി പോയ അക്കൗണ്ടൊക്കെ തിരിച്ചു കിട്ടുമോ? എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ആരോടാ ഒന്ന് ചോദിക്കുന്നേ? ഈ ഒരു അക്കൗണ്ടിലാണെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഈ അക്കൗണ്ടിൽ കളിക്കാം ഇനി മുതൽ. ഫ്രീ ഡയമണ്ട്സ് എന്ന് കേട്ടപ്പോൾ ചാടിക്കേറി UID ഒക്കെ കൊടുത്തല്ലേ, അതുകൊണ്ടല്ലേ ഈ ഒരു അവസ്ഥ വന്നേ. ഈ ഒരു അക്കൗണ്ടിൽ എനിക്കറിയാവുന്ന ഒരാൾ ഫ്രണ്ടായിട്ടുണ്ടല്ലോ. അവൻ എടുക്കുമായിരിക്കും. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഗ്രൂപ്പിലാ വിളിച്ചിട്ടുണ്ട്, റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. എടുക്കുവാണെങ്കിൽ കൊള്ളാം. ഹലോ എടാ, എന്നെ മനസ്സിലായോ? ഏതാടാ നൂബേ നീ? എനിക്കൊന്നും മനസ്സിലായില്ല. എടാ, എന്റെ സൗണ്ട് കേട്ടിട്ട് പോലും നിനക്ക് മനസ്സിലായില്ലേടാ? ഹലോടാ, മനസ്സിലായില്ലേ? എടാ നീ ആയിരുന്നോ? എടാ നീ എന്താ ഈ നൂബ് അക്കൗണ്ടില്? എടാ അളിയാ, അത് പിന്നെ എന്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോയടാ. അതുകൊണ്ടാ ഞാൻ ഈ ഒരു നൂബ് അക്കൗണ്ടിൽ കയറിയേ. എന്തോടാ, നിന്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോയോ? അതെങ്ങനെയാ? എടാ നീ വല്ല ഹാക്കോ വല്ല യൂസ് ചെയ്തോ? എടാ എന്നാലും നല്ലൊരു അക്കൗണ്ട് അല്ലായിരുന്നോടാ അത്. സെക്കൻഡ് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എടാ എന്തിനാടാ നീ ഹാക്ക് യൂസ് ചെയ്ത് കളിച്ചേ? എടാ ഹാക്കൊന്നും യൂസ് ചെയ്തില്ലടാ. എന്തുവാ, ഹാക്ക് യൂസ് ചെയ്തില്ലെന്നോ? എടാ പിന്നെങ്ങനെയാടാ നിന്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകുന്നേ? വെറുതെ അങ്ങനെ സസ്പെൻഡ് ആക്കി കളയുവോ? എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഹാക്ക് യൂസ് ചെയ്യാതെ എങ്ങനെയാ അക്കൗണ്ട് സസ്പെൻഡ് ആയേ? അതാ എനിക്കറിയാത്തെ. എടാ ഞാൻ ഹാക്ക് യൂസ് ചെയ്തിട്ടൊന്നും അല്ലടാ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോയത്. എടാ പിന്നെ എങ്ങനെയാ സസ്പെൻഡ് ആയി പോയത്? നീ തന്നെ പറ. എടാ അളിയാ, അത് പിന്നെ ഫ്രീ ആയിട്ട് ഡയമണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടേ ഞാനൊരു വെബ്സൈറ്റിൽ കൊണ്ട് എൻ്റെ UID ഒക്കെ അടിച്ചു കൊടുത്തു. പക്ഷേ ഡയമണ്ടും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ലടാ. അതിലാണെങ്കിൽ ഫ്രീ ആയിട്ട് ഡയമണ്ട്സ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാടാ അതിൽ കൊണ്ട് UID അടിച്ചു കൊടുത്തേ. 20,000 ഡയമണ്ട് ഒക്കെ അക്കൗണ്ടിൽ വരുമെന്ന് ആദ്യം പറഞ്ഞേക്കുന്നേ. എന്നിട്ട് അക്കൗണ്ടും പോയി, എല്ലാം പോയടാ. എടാ എന്നാലും നീ എന്തിനാ തേർഡ് പാർട്ടി വെബ്സൈറ്റിലൊക്കെ കൊണ്ടുപോയി നിന്റെ ID ഒക്കെ അടിച്ചു കൊടുത്തേ? എടാ അങ്ങനെയൊക്കെ ID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകുമെന്ന് അറിയത്തില്ലേ? എടാ ആരെങ്കിലും ഫ്രീ ആയിട്ട് ഡയമണ്ട് തരുവോടാ മണ്ട? എന്നാലും നീ എന്ത് തോൽവിയാടാ? എടാ എനിക്ക് അറിയില്ലായിരുന്നു. ആ ഒരു വെബ്സൈറ്റ് കണ്ടപ്പോൾ അങ്ങനെയാടാ എനിക്ക് തോന്നിയേ, ഫ്രീ ആയിട്ട് ഡയമണ്ട്സ് ഒക്കെ കിട്ടുമെന്നാ. അതുകൊണ്ടല്ലേ ഞാൻ ID ഒക്കെ അടിച്ചു കൊടുത്തേ. എന്നിട്ട് എന്ത് ചെയ്യാനാ, ഇപ്പം എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയിപ്പോയടാ.
എടാ എന്തെങ്കിലും വഴിയുണ്ടോ ആ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? എടാ സസ്പെൻഡ് ആയി പോയ അക്കൗണ്ടൊക്കെ തിരിച്ചു കിട്ടുമോ? എന്തെങ്കിലും വഴിയുണ്ടോടാ? എടാ ഒന്നും ചെയ്യാനില്ല. സസ്പെൻഡ് ആയി പോയ അക്കൗണ്ട് ഒന്നും അങ്ങനെ തിരിച്ചു കിട്ടില്ല. എന്ത് ചെയ്യാനാ, നിന്റെ അക്കൗണ്ടല്ലേ പോയേ, നീ തന്നെ അനുഭവിക്ക്. അതേടാ, സസ്പെൻഡ് ആയി പോയ അക്കൗണ്ട് ഒന്നും അങ്ങനെ തിരിച്ചു കിട്ടാറില്ല അല്ലേ? ആ എന്തായാലും പോയത് പോയി. ഇനിയിപ്പോൾ ഈ അക്കൗണ്ടിൽ കളിക്കാം. ആകെ ഉള്ളൊരു ന്യൂബ് അക്കൗണ്ടാ. ഇതും കൂടെ സസ്പെൻഡ് ആയി പോകാതിരുന്നാ മതിയായിരുന്നു. എടാ നീ എന്തായാലും ഈ ഒരു അക്കൗണ്ടിൽ കളിക്കണ്ട. അതിനു പകരം ഞാൻ അക്കൗണ്ട് തരാം നിനക്ക്. ആടാളിയാ, താങ്ക്സടാ. എനിക്ക് അക്കൗണ്ട് ഒന്നും ഇല്ലാത്തതല്ലേ. നീ എന്തായാലും അക്കൗണ്ട് തരാമെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഒരു അക്കൗണ്ട് ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ തരാമെന്ന്? അതിന്റെ ഡീറ്റെയിൽസ് നീ പറഞ്ഞായിരുന്നോടാ? ഇല്ലടാളിയാ, പറഞ്ഞില്ല. ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം അല്ലേ? ഗൈസ്, അപ്പൊ നമ്മൾ 100K അടിക്കുമ്പോൾ ഒരു അടിപൊളി ഒരു അക്കൗണ്ട് ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. സോ അത് കിട്ടാനായിട്ടുള്ള റൂൾസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കുക. അതുകൂടാതെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ 100K അടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കമന്റിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവർക്ക് നമ്മൾ ആ ഒരു അക്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ അതൊക്കെയാണ് റൂൾസും കാര്യങ്ങളൊക്കെ. ആടാ അതൊക്കെ അത്രേ ഉള്ളൂ. എടാ നിനക്ക് അക്കൗണ്ട് തരാമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ നാളെ തരാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫേസ്ബുക്കിന്റെ നമ്പറൊക്കെ എൻ്റെ ഡാഡിയുടെ കയ്യിലാടാ. അതിന്റെ പാസ്വേഡൊക്കെ എനിക്ക് അറിയില്ല. അതുകൊണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നിനക്ക് തരാം കേട്ടോ. ആടാ അത് മതി, നാളെ തന്നാ മതി, കുഴപ്പമൊന്നുമില്ല. നീ എന്തായാലും പാസ്വേഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സെറ്റ് ആക്കിയിട്ടെ നാളെ തന്നാ മതി, കുഴപ്പമൊന്നുമില്ലടാ. ആടാ നാളെ തരാം. പാസ്വേഡൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടെ, നമ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടെ നാളെ തരാം. എന്നാ നാളെ കാണാം കേട്ടോടാ. ശരി എന്നാ. ഓക്കേടാ, നാളെ കാണാം. ശരി എന്നാ. The next day. എടാ എന്നാലും അക്കൗണ്ട് തരാമെന്ന് പറഞ്ഞപ്പം ഇത്രയും നല്ല അക്കൗണ്ട് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്ത് നല്ല അക്കൗണ്ടാടാ ഇത്. ഇതിലാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇവോ MB40 ഒക്കെ ഉണ്ടല്ലോടാ. അതേടാ, അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നിന്റെ നല്ലൊരു അക്കൗണ്ട് അല്ലേ സസ്പെൻഡ് ആയി പോയേ. അതുകൊണ്ട് നിനക്ക് ന്യൂബ് അക്കൗണ്ട് തന്നു കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ലല്ലോ. അതെനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാ ഈ ഒരു അക്കൗണ്ട് തന്നെ. എടാ പിന്നെ ഇതുപോലുള്ള ഒരു അക്കൗണ്ടാ കേട്ടോ ഞാൻ ഗീവ് അവേ കൊടുക്കാമെന്ന് പറഞ്ഞേ. ഇതിനേക്കാളും നല്ലൊരു അക്കൗണ്ടാ കേട്ടോ. ആടാ ഓക്കേടാ, 100K അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കൊടുക്കാം. എടാ എന്നാലും ഇത്രയും നല്ലൊരു അക്കൗണ്ട് അല്ലേടാ നീ എനിക്ക് തന്നേ. എടാ എന്നാലും എൻ്റെ അക്കൗണ്ട് നീ എത്ര വട്ടം എന്നോട് കളിക്കാൻ ചോദിച്ചു? ഞാൻ ഒരിക്കലെങ്കിലും നിനക്ക് തന്നിട്ടുണ്ടോ? എടാ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അത് നീ വിട്ടുകളാ. ഇപ്പൊ എന്തായാലും നിനക്ക് അക്കൗണ്ട് കിട്ടിയില്ലേ, അത് മതി. പോയ അക്കൗണ്ട് എന്തായാലും പോയി. പോയതിനെ പറ്റി ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പൊ നീ ഉള്ളത് വെച്ച് സന്തോഷിക്കടാ. അതേടാ, ഇനിയിപ്പോൾ അത്രേ ഉള്ളൂ. അതാ നല്ലത്.